ഹലോ, ജോമെട്രി എന്ന ഭാഗത്തു നിന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള SSCക്ക് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണിത്. ഇത് ജോമെട്രിക്കകത്താണ്. ഇതിനകത്ത് പറയുന്നത് 3 സർക്കിൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. 3നും സെയിം റേഡിയസാണ്. റേഡിയസ് എന്ന് പറയുന്നത് A ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നടുക്കുള്ള ഈ ഷെയ്ഡ് ചെയ്ത ഈ ഭാഗത്തിൻ്റെ ഏരിയ എത്രയാണെന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ കാണുമെന്ന് ചോദിച്ചാൽ വളരെ എളുപ്പമാണ്. കാണുമ്പോൾ ഇച്ചിരി പേടി ഇതിങ്ങനെ ഒരു പ്രത്യേക ഷേപ്പൊന്നും ഇല്ലാതെ കിടക്കുന്നതായതുകൊണ്ട് ഇതിൻ്റെ എങ്ങനെ കാണുമെന്ന് നമ്മൾ വിചാരിക്കുന്നു വേണ്ട. അത് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതെങ്ങനെ കാണുമെന്ന് ചോദിച്ചാൽ ഇതിങ്ങനെ ആക്കിയാൽ ഇതൊരു ട്രയാങ്കിൾ ആകുമല്ലേ, ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും അല്ലേ. ആ ട്രയാങ്കിളിനകത്ത് വരുമല്ലോ ഈ ഏരിയ. ആ ട്രയാങ്കിളിൻ്റെ ഏരിയ ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു സെക്ടർ, ഈ സർക്കിളിൻ്റെ ഈ ഒരു സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അതേ ഏരിയ തന്നെയായിരിക്കും ഈ സെക്ടറിനും, ഇതിനും അത് തന്നെയായിരിക്കും. അപ്പോൾ ഈ ഏരിയ കണ്ടുപിടിച്ചിട്ട് 3 കൊണ്ട് ഗുണിച്ച് കഴിയുമ്പോൾ ഇത്ര ഏരിയസ് കിട്ടും. അപ്പം ഈ ട്രയാങ്കിളിൻ്റെ ഏരിയക്കകത്തു നിന്ന് നമ്മൾ ഈ കണ്ടുപിടിച്ച ഈ 3 സെക്ടറുകളുടെ ഏരിയ മൈനസ് ചെയ്താൽ നടുക്ക് കിടക്കുന്ന ഈ പ്രത്യേക ഷേപ്പില്ലാത്ത ഈ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത് ചോദിച്ചാൽ ഇതൊരു ഈക്വലാറ്ററൽ ട്രയാങ്കിളാണ്. ഈ ട്രയാങ്കിൾ ഒരു സൈഡ് എത്രയാണ്? ഇവിടെ റേഡിയസ്, സർക്കിളിൻ്റെ റേഡിയസ് A ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു സൈഡ് എത്ര ആയിരിക്കും? 2A ആയിരിക്കും അല്ലേ. അപ്പോൾ ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? √3. എന്നിട്ട് ആ ട്രയാങ്കിളിൻ്റെ സൈഡ് എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാണ്? 2A. √3 2A² / 4 ആണ് ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ. ഈ 2A എന്ന് പറയുന്നത് ആ ട്രയാങ്കിളിൻ്റെ സൈഡ്. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്ക് കിട്ടി. ഇതിനകത്തുനിന്ന് എന്താണ് മൈനസ് ചെയ്യേണ്ടത്? ഈ ഒരു സെക്ടറിൻ്റെ ഏരിയ, ഈ 3 സെക്ടറുകളുടെ ഏരിയ മൈനസ് ചെയ്യണം. അപ്പോൾ ഈ സെക്ടറിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? 360 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഫുൾ സർക്കിൾ 360 ആകുമ്പോൾ അതിൻ്റെ ഏരിയ എത്രയാണ്? πA² അല്ലേ, ആണല്ലോ. അപ്പം ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എത്ര? ഇത് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് 60 ഡിഗ്രിയാണ് ഈ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പം 60 ഡിഗ്രി കറസ്പോണ്ടിങ് ആയിട്ട് എത്ര ഏരിയ വരും? 360ന് πA² ആണെങ്കിൽ 60ന് എത്ര ആയിരിക്കും? 360/6 ആണ് 60. അപ്പോൾ πA² / 6 ചെയ്താൽ 60ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ കിട്ടും. ഇതെന്ന് പറയുന്നത് എന്താണ്? ഈ സെക്ടറിൻ്റെ ഏരിയ ആണ്. ഇതേപോലെ 3 സെക്ടറുകളുണ്ട് ഇവിടെ. അപ്പോൾ 3 സെക്ടറുകളുടെ ഏരിയ എന്ന് പറയുമ്പോൾ 3 × πA² / 6 എന്ന് പറയുമ്പോൾ എത്ര? πA² / 2. ടോട്ടൽ ഈ 3 സെക്ടറുകളുടെ ഏരിയ എന്ന് പറയുന്നത് πA² / 2. ടോട്ടൽ ട്രയാങ്കിളിൻ്റെ ഏരിയ ഇവിടെ ഉണ്ട്. അതിൽ നിന്ന് ഇത് കുറയ്ക്കണം. πA² / 2. ഇത് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? ഇതെന്ന് പറയുമ്പോൾ 4 ആവും. 4 √3/4 A² എന്നാവും. മൈനസ് πA² / 2 എന്നാവും. 4 4 പോകുമല്ലോ. ഇനി ഇവിടെ A² കോമൺ എടുക്കാം. കോമൺ എടുത്ത് കഴിയുമ്പോൾ √3 - π/2 എന്ന് വരും അല്ലേ. അപ്പോൾ അതിനെ ഒന്നുകൂടെ വൃത്തിയാക്കി എഴുതിയാൽ A², ഇതിൽ നിന്ന് 2 √3 - π/2 എന്നാവും. ഓപ്ഷൻ ഉണ്ടോയെന്ന് ചോദിക്കുക. 2 √3 - π/2 ഉണ്ട്, A² ഉണ്ട്. D ആണ് ഉത്തരം. ഓക്കെ, നമ്മൾ ചെയ്യുന്നത് ടോട്ടൽ ട്രയാങ്കിൾ ഏരിയ കണ്ടുപിടിക്കും. അതിനകത്തുനിന്ന് ഈ 3 സെക്ടറുകളുടെ ഏരിയ കുറച്ച് കഴിയുമ്പോൾ നടുക്കുള്ള ഏരിയ കിട്ടും. ഓക്കെ, ഇപ്പോൾ സർക്കിളിൻ്റെ ഈ സെക്ടറിൻ്റെ ഏരിയ നമ്മളിങ്ങനെ കണ്ടുപിടിക്കുക. 360 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് πA² ഏരിയ അല്ലേ സർക്കിളിൻ്റെ ഫുൾ ഏരിയ എന്ന് പറയുന്നത്. ഈ ഒരു സെക്ടറിൻ്റെ മാത്രം എന്ന് പറയുമ്പോൾ 60 ഡിഗ്രിയാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എങ്ങനെ കാണുന്നത്? 360ന് കറസ്പോണ്ടിങ് ആയിട്ട് πA² ആണെങ്കിൽ 60ന് കറസ്പോണ്ടിങ് ആയിട്ട് πA² / 6 ആണ്. ഓക്കെ, ഈ 360നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 60 കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഏരിയയെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ 60 ഡിഗ്രി കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെക്ടറിൻ്റെ ഏരിയ കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന് മനസ്സിലാക്കി നോക്കിയാൽ വളരെ എളുപ്പമാണ്, എന്തായാലും മനസ്സിലാവും. ഓക്കെ, താങ്ക് യു.